കള്ള് കുടിച്ചിട്ടും കണ്ണ് കലങ്ങിയിട്ടും തീരുന്നില്ലെൻ്റെ നമ്പർ 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 നമ്പറും. എന്റെ കയ്യിലെ ക്യാഷ് കൊടുത്തിട്ട് ടേപ്പ് വെട്ടി വാങ്ങി തേച്ചില്ലേ 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 തേച്ചില്ലേ. കള്ള് കുടിച്ചിട്ടും കണ്ണ് കലങ്ങിയിട്ടും തീരുന്നില്ലെൻ്റെ നമ്പർ 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 നമ്പറും. എന്റെ കയ്യിലെ ക്യാഷ് കൊടുത്തിട്ട് ടേപ്പ് വെട്ടി വാങ്ങി തേച്ചില്ലേ തേച്ചില്ലേ. സ്വന്തം നെഞ്ചത്ത് വെച്ച് തേച്ചിട്ട് പോയില്ലേ പെണ്ണേ, ചെത്തിയൊരുങ്ങി ചുള്ളൻ ചെക്കൻ്റെ കൂടെ. സിക്സ് പാക്ക് ഇല്ലെങ്കിലും ഞാൻ സ്റ്റൈലാന്ന് പറഞ്ഞതല്ലേ, 6000 റുപ്പീസില് ചുരിദാറും വാങ്ങിച്ചില്ലേ. ഒളി കണ്ണാൽ എന്നെ നോക്കി ചിരിച്ചതല്ലടി അന്ന്, ഒരുമിച്ച് ജീവിക്കാന്ന് പറഞ്ഞിട്ടുമെന്നേ. തേച്ചിട്ട് പോയില്ലേ പെണ്ണേ നീ എന്നെ, തേച്ചിട്ട് പോയില്ലേ പെണ്ണേ, തേച്ചിട്ട് പോയില്ലേ പെണ്ണേ നീ എന്നെ, തേച്ചിട്ട് പോയില്ലേ പെണ്ണേ. കള്ള് കുടിച്ചിട്ടും കണ്ണ് കലങ്ങിയിട്ടും തീരുന്നില്ലെൻ്റെ നമ്പർ 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 നമ്പറും. എന്റെ കയ്യിലെ ഉമേഷേ, ചട്ടിയിലൊന്നെടുത്തേ. ഉമാ ഉമാ, ബാങ്കിൽ നിന്ന് പിന്നെയും കടലാസ് വന്നിരിക്കുന്നു. അതെന്താ ഈ പൈസ അടിച്ചില്ലേനു? ഇല്ല, അതെന്തേനു? നിങ്ങൾക്ക് അറിയാലോ പണി ലക്ഷം കുറവാണെന്ന്. അതല്ലേ എന്നോട് ഗൾഫിലോട്ട് വിട്ടോളാൻ പറഞ്ഞേ. ഇപ്പൊ ഗൾഫിൽ പണ്ടത്തെ പോലെ ഇരിഞ്ഞെടുക്കാനൊന്നും ഇല്ല, അവിടെ ഇവിടെ കണക്കാ. എന്നിട്ടെല്ലാരും അങ്ങോട്ടാണല്ലോ പോണത്. ഗതികേടുകൊണ്ട് പോണേണ് ഉമ്മ. നമ്മുടെ അഷ്റഫില്ലേ, ഓൻ പോയിട്ട് 6 മാസമായി. ഓനിപ്പോ ഇങ്ങോട്ട് തന്നെ പോരുക. ഇനിയിപ്പോ ലോൺ എടുക്കാൻ എന്താ ചെയ്യാ? തൽക്കാലം കുടിശ്ശിക എങ്ങനെയാണ് അടയ്ക്കണം. അല്ല ഉമ്മ, നമ്മുടെ റൂബിയുടെ സ്വർണ്ണം ഒന്ന് കിട്ടുമോ പണയം വെക്കാൻ? അടുത്ത മാസം എടുത്ത് കൊടുക്ക. നീ എന്നെ ചോദിച്ചു. ഞാൻ എങ്ങനെ ചോദിക്കുക? നിങ്ങൾ ചോദിക്കേ, നിങ്ങളാകുമ്പോ തഞ്ചത്തിലൊക്കെ ചോദിക്കാലോ. ചോദിച്ചോക്കാം. ശരി, ഓക്കെ. അത് പിന്നെ ഇത് ബുദ്ധി കൊണ്ട് കളിക്കുന്ന കളിയല്ല, ഇതൊക്കെ വെറും ലക്ക. ബുദ്ധി കൊണ്ട് കളിക്കുന്ന കളിയാണെങ്കിൽ മാമനെ നിങ്ങൾക്ക് തോപ്പിക്കാനേ പറ്റില്ല. മതി കളിച്ചത്. പോയി ചോറിന് മാമനും മക്കളും. ഉമ്മ, ഞങ്ങള് മാമനെ കൊറേ തോപ്പിച്ചു, ഇനി തോപ്പിക്കാൻ പോവാ. നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കാൻ നോക്ക്, ഫോണിൽ ചാർജ് ഇല്ല. തോക്കൂന്ന് പറഞ്ഞ പടം വരക്കും അല്ലേ? ആടാവാ, പിന്നെ നിങ്ങക്ക് വിഷമം ഉണ്ടെന്ന് വെച്ചിട്ട് തോറ്റെന്നാ. ഓ എന്റെ അമ്മോ, എന്തൊരു തള്ളാണോ. മതി, ഷമീർ ഈയും ചെല്ല്. കുറച്ച് കേട്ടോ, അളിയന്തി അളിയൻ പോയി. എവിടെ പോയി? ഇക്കക്ക് രാവിലെ ഓർഡർ ഉണ്ട്, അതുകൊണ്ട് നേരത്തെ പോയതാ. ഡാ ഷമീറെ, ഞാൻ നിനക്കൊരു ആലോചന ആയിട്ട് വന്നത്. അളിയന്റെ കുടുംബത്തിലെ കുട്ടിയാ, ഉമ്മയില്ലോക്ക് 2 ആങ്ങളമാരുണ്ട്. അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബാന്ന് അളിയൻ പറഞ്ഞേ. ഈ എനിക്ക് തന്നെയാണോ അലയനുണ്ടെന്ന്? അതെന്താ ഈ അങ്ങനെ ചോദിച്ചേ? ഈ കുട്ടി വേറെ കെട്ടിയാണോ? അല്ല. എത്ര വയസ്സായി? ഓൾക്ക് 22-23 വയസ്സുണ്ടെന്നാ പറഞ്ഞേ. പിന്നെ ആകെ ഒരു പ്രശ്നമുള്ള എന്താന്ന് ചോദിച്ചാ ചെറിയൊരു മാനസിക രോഗം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. അങ്ങനെ പറ, ഇപ്പഴല്ലേ ലോജിക്ക് മനസ്സിലായത്. ലോജിക്കോ? എടി, ഒരു ഗതിയില്ലാത്ത എനിക്ക് ഒരു പൈസക്കാരന്റെ വീട്ടിൽ നിന്ന് ആലോചന വന്നപ്പോഴേ ഉറപ്പായത് എന്തെങ്കിലും കുറവുണ്ടാകുന്നു. അസുഖം ഒരു കുറ്റാണോട്? അങ്ങനെ നോക്കിയാൽ ഞാനൊരു സൂക്കേടുകാരിയല്ലേ? എടി അതല്ലടി, ഇത് മാനസിക രോഗമാണ്. നമ്മുടെ വടക്കേലെ മൂസക്കായില്ലേ, മൂസക്കയുടെ മോനെ ആദ്യം കെട്ടിയില്ലേ, ആ കുട്ടി രാത്രി അവിടെ കഴുത്തി കയറി പിടിച്ചിരുന്നു. ഓ, ഇത് അങ്ങനത്തെ കുഴപ്പമൊന്നുമല്ല. ഓൾക്കെന്തോ വിഷാദ രോഗമായിരുന്നു. ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. ഇനി എന്റെ ഇഷ്ടം പോലെ ചെയ്യ്. നീ അങ്ങനെയല്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. എനിക്ക് നാളെ പണിയുണ്ടോ? രാവിലെ പണിയുണ്ട്, ഒരു ഉച്ചയാകുമ്പോ കഴിയും. നീ നാളെ ഡോക്ടറെ കാണിക്കാൻ പോകണ്ടോ? പോണം. അങ്ങനെയാണെങ്കിൽ വൈശാഖിന്റെ
ഓട്ടോ റെഡിയാക്കി തരാം. ശരി. നീ ഉമ്മയും കൂട്ടി പോയിക്കോ. എന്ത് കുത്തിപ്പൊളിക്കേ? കൂത്തി പൊളിക്കൊന്നല്ലടോ, കൂട്ടി ഉഷാറാണോന്ന്. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. വരി കേറിയിരിക്കും. വാ വാ ഇരിക്കും, എല്ലാവരും ഇരിക്കും. മോനെന്താ ജോലി? കൺസ്ട്രക്ഷൻ വർക്കാ. ഈ വീടിന്റെ ഒക്കെ കോൺട്രാക്ട് എടുത്ത് ചെയ്യാ. മോളെ ഐഷ എന്നല്ലേ പേര്? നല്ല പേരാട്ടോ. പഠിക്കുകയാണോ? എന്തിനാ പഠിക്കണേ? BSc Physics. ഏ? BSc Physics. ഏത് ഇയറാ? 3rd year. ഞാൻ ഈ 10ാം ക്ലാസ്സും കുസ്തി കണ്ടോ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റോ? താൻ പറയടോ. അത് എനിക്ക് വിവാഹം കഴിഞ്ഞാലും എന്നെ പഠിക്കാൻ വിടണം. അതെ, ഈ ഭർത്താവ് എന്ന് പറയണത് സ്ത്രീകളെ ഭരിക്കാനുള്ള ലൈസൻസാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ തന്നെ കല്യാണം കഴിക്കുന്നത് എനിക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. പരസ്പരം ആശ്വാസമായി ജീവിക്കാനാണ്, അല്ലാതെ തന്നെ ഭരിക്കാനൊന്നുമല്ല. ഹലോ, എന്തോന്നും മിണ്ടാത്ത? ഇക്ക പറഞ്ഞോ? ഞാനല്ലേ എത്രയൊന്നും പറഞ്ഞേ, ഇനി നീ എന്തെങ്കിലും പറ. ഇക്ക പറഞ്ഞോ, ഞാൻ കേക്കാം. അങ്ങനെയല്ല, എനിക്കെന്തെങ്കിലും കേൾക്കാൻ ആഗ്രഹമില്ലേ? ഉമ്മ എന്ത് പറയുന്നു? ഉമ്മ സുഖമായിരിക്കുന്നു. വേറൊന്നും ചോദിക്കാനില്ലേ? കോളേജിൽ എന്താ വിശേഷം? കോളേജില് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വേറെ പഠിത്തമൊക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ല. അതെ, എന്നോട് മിണ്ടാൻ മടിയൊന്നും വിചാരിക്കണ്ട കേട്ടോ. നമ്മളൊരു പാവ കേട്ടോ. എന്ത് പറഞ്ഞാലും ഈ എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ എന്തെങ്കിലും പറ കുട്ടി. എന്തേ? ഞാനൊക്കെ എപ്പോഴും കഴിച്ചു. ഇയാള് കഴിച്ചോ? വേറൊന്നും പറയാനില്ലേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ. ഞാനൊരു ക്ലബിലുള്ളത്. അവൾ ഓക്കെയാണ്. എന്തോ എവിടെയോ ഒരു പോരായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏറെ ഇഷ്ടമുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെന്റ് തോന്നാറുണ്ട്. അവർക്ക് നമ്മളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് അതിനൊരു ഫീലേ കിട്ടുന്നില്ല. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെക്കട്ടെ ചോദിക്കുമ്പോൾ അവൾ പറയും ഓക്കെ, കുറച്ചുകൂടി സംസാരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ശരി. എന്തോ എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ. എത്ര നേരം വേണമെങ്കിൽ സംസാരിക്കും, എല്ലാത്തിനും മറുപടിയും പറയും. എന്നാൽ എന്തോ എവിടെയോ ഒരു പ്രശ്നമുള്ള പോലെ. ഓൾ ആദ്യം അങ്ങനെ തന്നെടാ, ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. അതുകൊണ്ട് തോന്നതാവും അല്ലേ? ചിലപ്പോ അവളുടെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണല്ലോ. അളിയൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വേണമെന്ന് സംസാരിച്ചു നോക്കാം. ഒരുപാട് കാലം ജീവിക്കണ്ടല്ലേ, റിസ്ക് എടുക്കണ്ട. അത് ശരിയാ. എന്തൊക്കെയുണ്ട്? ഇരിക്ക്. എല്ലാം പ്രശ്നമാണ്. ഒന്നുകൂടി മറ്റേത് തുടങ്ങിയാലോ? കുറച്ചുകൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. കോഴി ആരാ എടുക്കാൻ പോവാ? അതെല്ലാം അവന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ, ആയിക്കോട്ടെ. അരിയന്റെ സ്വഭാവം മാറ്റാൻ. ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. ആള് വരുമായിരിക്കുമല്ലോ. ആ, ഉറപ്പായിട്ടും. ഇവിടെ കയറ്റി ആ സൈഡിൽ നിന്ന് പ്രതി. നാളെ എത്ര പേരുണ്ടാവും അങ്ങോട്ടേക്ക്? നാളെ ഒരു 70 ആൾക്കാരുണ്ടാവും. 80 ആൾക്കാരുണ്ടാവും അല്ലേ? ആ, ഒരു 85 പേർക്കുള്ള വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്.
സംഭവമൊക്കെ ഉഷാറായിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തേ? ഷമീറിന്റെ പേര് മുകളിൽ പറഞ്ഞു, താഴത്തല്ല. ഓരല്ലേ കല്യാണ ചക്കൻ. ശരിയാണല്ലോ, ചെറുക്കന്റെ പേര് മാളല്ലേ വരണ്ടി. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായി. എനക്ക് ഒലക്കുണ്ടായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ വെച്ചാൽ കുഴപ്പമുണ്ടോ? സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ല. ചെക്കന്റെ വീട്ടിലെ കല്യാണമെങ്കിൽ ചെക്കന്റെ പേര് ആദ്യം വരണം. ഇതെടുത്ത് മാറ്റി താഴത്തെടുത്ത് മുകളിൽ വെച്ച് എന്താ പോരെ? എന്തോ ഒരു അപലക്ഷണമാണല്ലോ. നിങ്ങളെ കരുന്നാവരത്ത് വളക്കല്ല എന്തായി? ഇങ്ങോട്ട് വാടാ. ഡാ ഡാ എന്തിനാടാ? ഞാൻ പൊയ്ക്കോട്ടെ. പാവല്ല, ഐശ്വനെ കാത്തിട്ടുണ്ടാവില്ലേ? ആ ഇരിക്കൂ. പിന്നെ വീടൊക്കെ ഇഷ്ടമായോ? ഒരു മിനിറ്റ്. എടാ മുസ്തു ഇവിടെ ഒരു ഒലക്കും കാണുന്നില്ലല്ലോ. ഒലക്കയുടെ മൂട്. എടാ ചെറ്റ്, നീയല്ലേ പറഞ്ഞ ക്യാമറ ഉണ്ടെന്ന്. ആ ചങ്ങായേ. എടാ മുസ്തു സത്യം പറ, വിച്ച് എങ്ങനെ പ്ലാൻ ചെയ്യോ? ഐഷ, ഐഷു, ഐഷ. ആ പറയടി. അളിയനിന്ന് വരുന്നുണ്ടല്ലേ? എന്തൊക്കെയാ വേണ്ടത്? 3 കിലോ കൊയ്യോ? അതിപ്പോൾ സലാമിന് തന്നെ വേണ്ടിയല്ലോ. ഇതൊരു കാര്യം ചെയ്യ്, സലാമിനെ വിളിക്ക്. ഞാൻ കുറച്ച് തിരക്കില്ല. ഹലോ ദാദാ. ആ വയറിഞ്ഞു പോവില്ല പോവില്ല. ഇതും കൂടി കഴിക്കേ. കഴിക്ക്. എന്തിനാ മടി വിചാരിക്കണേ? ഇനി വിളമ്പലളിയാ. സത്യമായിട്ട് വയറിഞ്ഞ ഞാൻ പറയട്ടെ. പള്ളെ കൊള്ളാഞ്ഞിട്ടാണ് സത്യം. അല്ല ഞാൻ പറയട്ടെ. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, പള്ളെ കൊള്ളില്ല. അതെ മനസ്സിലായി. ഇത് എനിക്കാണ്. സോറി അളിയാ. നോ പ്രോബ്ലം. അതെ സ്റ്റോർ എടുത്താ.
അളിയാ. ആ. അളിയാ, ഇങ്ങനൊന്നും ആയാ പോരാ. ഇതൊക്കെ ഒന്ന് സൈസ് ആക്കണ്ടേ അളിയാ. നമുക്ക് ഇതൊക്കെ അത്യാവശ്യം സൈസാണല്ലേ? ഒന്ന് കാണട്ടെ. ഇത്ര ഒന്നും പോരാ. കണ്ടില്ലേ, അത്യാവശ്യം ഇത്രയെങ്കിലും വേണം. ഇവിടെ ന്യൂ വേൾഡ് എന്ന് പറഞ്ഞ ജിമ്മുണ്ട്, നമുക്കവിടെ ജോയിൻ ചെയ്യാം. അവിടെ ആകുമ്പോൾ എനിക്ക് തന്നെ അളിയനെ ട്രെയിൻ ചെയ്യാലോ. എന്തിനാ സലാമേ അളിയനെ ഇങ്ങനെ സൂയിപ്പാക്കുന്നത്? അളിയനെങ്കിലും ഒന്ന് വെറുതെ വിട്. ആ പറഞ്ഞ കടല്ലേ മൂപ്പരാൾതാ. അത് കടയല്ലിക്കാ, അത് ഫിറ്റ്നസ് സെന്ററാ. എന്ത് കുന്താരി ജലം നടത്തണേ. എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? വർക്കൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, വർക്ക് കുറച്ച് മോശമാണ്. ആ അതെ, രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം ആയോണ്ട് എല്ലാ മേഖലയും ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുക. അളിയനെങ്ങനെ ഗൾഫിലേക്ക് താല്പര്യമുണ്ടോ? താല്പര്യക്കുറവൊന്നുമില്ല. അവിടെ നമുക്ക് കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അല്ല, നമുക്ക് ഗൾഫിലൊരു ജിമ്മിന്റെ പരിപാടി തുടങ്ങിയാലോ? എനിക്ക് ജിമ്മിന്റെ കാര്യമല്ല, വേറൊന്നും എന്റെ തൊള്ളയൊന്നും വരൂല സലാമേ. അതല്ല വാപ്പേ, അവിടെ ജിമ്മ് തുടങ്ങിയ കുറച്ച് പൈസ ഇങ്ങോട്ട് ഉണ്ടായിക്കൊണ്ടുവരാം. എന്നിട്ട് എന്തോരാ ഉണ്ടാക്കി കൊണ്ടുവന്നേന്നാ? ചെങ്ങായി മതി കണ്ട് എല്ലാം അതിന്റെ സൗണ്ട് ഒന്ന് കുറയ്ക്കും. അളിയനും പെങ്ങളൊന്നും ഉറങ്ങിക്കോട്ടെ. ഇക്ക, ചായ വേണോ? വേണ്ട. ഐഷ, തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അസുഖം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തേനു? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചാ. അവൾക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ഒരു ഭാര്യയുടെ കടമയെല്ലാം ആർട്ടിഫിഷ്യലായി റോബോട്ട് ചെയ്യുന്നതല്ലേ ചെയ്യുന്നത്.
പക്ഷെ അവളുടെ മനസ്സ് മറ്റെവിടെയാണ്. അവളുടെ മനസ്സിൽ എന്തോ ഉണ്ട്. അനക്കങ്ങനെ ഒരു തോന്നലിന്റെ ഓളോടും സംസാരിച്ചാ പോരെ? ഈ ഒരു കാര്യം ചെയ്യും, ഈ പുറത്ത് എവിടെങ്കിലും പ്രൈവസി ഉള്ള സ്ഥലത്ത് പോയി സംസാരിക്കും. താൻ എന്നിൽ നിന്ന് എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. അതെൻ്റെ മനസ്സിൽ കിടന്ന് ആ കടലിനെ പോലെ ആർത്തിരുമ്പെന്ന് എനിക്ക് കേൾക്കാം. ഇക്ക എന്തൊക്കെയാ ഈ പറയുന്നത്? നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു പിടിച്ചാൽ നമുക്കൊരു അസ്വസ്ഥത അനുഭവപ്പെടും. ആ അസ്വസ്ഥത ഇപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, വലിയ മൂല്യമുണ്ട്. ദൈവത്തിൻ്റെ തീരുമാനം അനുസരിച്ച് പ്രകൃതിയുടെ കൂട്ടിച്ചേർക്കലാണത്. അതിൽ മാതാപിതാ ബന്ധങ്ങളുടെയും സഹോദര സഹോദരീ ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും വിശുദ്ധിയുണ്ട്. എനിക്ക് തന്നെ നല്ല സുഹൃത്താകാനും കഴിയും. ആയിഷ, ഇക്ക പറഞ്ഞത് ശരിയാണ്. എൻ്റെ മനസ്സ് ആ കടലിനെ പോലെ ആർത്തിരുമ്പുന്നുണ്ട്. ആർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇക്കയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും. ഞാനൊരു ട്രാൻസ്മെന്നാണ്. സ്ത്രീ ശരീരത്തിൽ പുരുഷന്റെ മനസ്സുമായി ജീവിക്കുന്നവൾ. ഉപ്പായ്ക്ക് ആദ്യത്തെ 2 ആൺകുട്ടികളായതുകൊണ്ട് മൂന്നാമതൊരു പെൺകുഞ്ഞ് വേണമെന്ന് അതിയായി ആഗ്രഹിച്ചു. അങ്ങനെ ഉപ്പയുടെ ആഗ്രഹം പോലെ ഞാൻ ജനിച്ചു. കൺമണി നീയുറങ്ങ്, താരാട്ടു കേട്ടുറങ്ങ്, കുഞ്ഞിളം കണ്ണടച്ച് പാട്ടൊന്നു കേട്ടുറങ്ങ്. കൺമണി പൊന്മണിയേ തേനൂറും കുഞ്ഞുവാവേ, ചാഞ്ചക്കം ചായുറങ്ങാനോടിവാ മുത്തുമോളെ. പുന്നാര മുത്തുമോളെ, ഉമ്മാന്റെ പുന്നാര മുത്തുമോളെ. പൊന്നാര മുത്തുമോളെ, ഉപ്പാന്റെ പൊന്നാര മുത്തുമോളെ. കൺമണി നീയുറങ്ങ്, താരാട്ടു കേട്ടുറങ്ങ്, കുഞ്ഞിളം കണ്ണടച്ച് പാട്ടൊന്നു കേട്ടുറങ്ങ്. ചിമ്മാതെ നിന്റെ കൂട്ടിനിരുന്നില്ലേ, നീ കരയുന്നേരം എന്റെ മാറിലണച്ചില്ലേ. കണ്ണിമ ചിമ്മാതെ നിന്റെ കൂട്ടിനിരുന്നീലേ, നീ കരയും നേരം എന്റെ മാറിലണച്ചീലേ. കണ്ണിൻ കണ്ണായി നോക്കി വളർത്തിയ പുന്നാരമുത്തല്ലേ, നെഞ്ചിൽ സ്നേഹം ഊട്ടി വളർത്തിയ ചുന്ദരി വാവയല്ലേ. കൺമണി നീ ഉറങ്ങ്, താരാട്ടു കേട്ടുറങ്ങ്, കുഞ്ഞിളം കണ്ണടച്ച് പാട്ടൊന്നു കേട്ടുറങ്ങ്.
നിൻചിരി കാണുമ്പോൾ ഞങ്ങൾക്കെന്നും പെരുന്നാള്. കൂട്ടിനിരുന്നീലേ നിന്റെ കൂടെ നടന്നീലേ, നിൻചിരി കാണുമ്പോൾ ഞങ്ങൾക്കെന്നും പെരുന്നാള്. എൻ മടിത്തട്ടിൽ വീണുമയങ്ങാനോടിവാ നീ മുത്തേ. പൊന്മണിയല്ലേ കുഞ്ഞിളം മുല്ലേ താമര പൂവിതളേ. കൺമണി നീ ഉറങ്ങ്, താരാട്ടു കേട്ടുറങ്ങ്. സ്വപ്നങ്ങൾ നെയ്തെടുത്ത് പുന്നാരമോളുറങ്ങ്. കൺമണി നീ ഉറങ്ങ്, താരാട്ട് കേട്ടുറങ്ങ്. കുഞ്ഞിളം കണ്ണടച്ച് സ്വപ്നങ്ങൾ കണ്ടുറങ്ങ്. പുന്നാരമുത്തുമോളെ, ഉമ്മാന്റെ പുന്നാരമുത്തുമോളെ. പൊന്നാരമുത്തുമോളെ, ഉപ്പാന്റെ പൊന്നാരമുത്തുമോളെ. കൺമണി നീ ഉറങ്ങ്, താരാട്ടു കേട്ടുറങ്ങ്. കുഞ്ഞിളം കണ്ണടച്ച് സ്വപ്നങ്ങൾ കണ്ടുറങ്ങ്. സ്വപ്നങ്ങൾ കണ്ടുറങ്ങ്. സ്വപ്നങ്ങൾ കണ്ടുറങ്ങ്. ഞാൻ ആണാണ് എന്ന തിരിച്ചറിവുണ്ടായതു മുതൽ അതേക്കുറിച്ച് ആരോടും പറയാൻ കഴിയാതെ ഉഴലുകയായിരുന്നു. കാരണം എൻ്റേതൊരു ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. ഒടുവിൽ എൻ്റെ കോളേജ് മേറ്റായ ധന്യയോട് ഞാൻ ഈ കാര്യം പറയാൻ തീരുമാനിച്ചു. 12 വയസ്സ് മുതൽ എനിക്കത് തോന്നി തുടങ്ങിയിരുന്നു. പക്ഷേ ശാരീരികമായി ഒരു പെണ്ണിന്റെ രൂപമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അത്ര ബോധമല്ലായിരുന്നു. ആ സമയത്ത് വീട്ടിലുള്ള ഇക്കാക്കമാരുടെ ഷർട്ടും പാൻസും ഒക്കെ എടുത്തിടുമായിരുന്നു. അന്നൊക്കെ ഉമ്മ വഴക്ക് പറഞ്ഞ് എല്ലാം ഊരി മാറ്റിക്കും. വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പെണ്ണല്ല, ആണാണെന്ന്. പക്ഷേ ഇതൊന്നും ആരോടും തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. കാരണം എന്റെ വീട്ടുകാർ കടുത്ത യാഥാസ്ഥിതികരായിരുന്നു. എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ച് ഇത്രയും കാലം ഞാൻ ജീവിച്ചു. സത്യം പറഞ്ഞ നിന്നെ പരിചയപ്പെട്ടത് മുതലാ എനിക്കൊരല്പം ആശ്വാസം കിട്ടിത്തുടങ്ങിയത്. വയ്യടി, എനിക്ക് മാറണം, പുരുഷനാവണം. നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ? തീർച്ചയായും പേടിക്കണ്ടടി, നിന്റെ ആഗ്രഹം നടക്കും. ഇപ്പൊ നിന്നെ പോലെ ഒരുപാട് പേർ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങിയിട്ടുമുണ്ട്. എടോ, എനിക്ക് തോന്നുന്നത് നിന്റെ വീട്ടുകാർക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. ഏയ്, നോ ചാൻസ്. അതല്ലടി, നീ ഒന്ന് സംസാരിച്ചു നോക്ക്. എന്നിട്ട് അവരെന്ത് പറയുന്നു നോക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. അങ്ങനെ ധന്യ പറഞ്ഞതുപോലെ ഞാൻ വീട്ടിലെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്താടി നീ പറഞ്ഞേ? നിന്റെ മേലെന്താ ചെറുത്താൻ കൂടിയോ? ചെകുത്താനൊന്നും കേറിയതല്ല ഉമ്മ. പിന്നെ നിങ്ങൾ ടിവിയിലും ഫോണിലൊക്കെ കണ്ടിട്ടില്ലേ? എന്റെ പഠിച്ചാന് ഞാൻ എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം? ഫോണിനകത്ത് ഓരോന്ന് കണ്ടു ആലോചിച്ചു കൂട്ടുക. ഒരുമ്പെട്ട് നടക്കാൻ കോലം കണ്ടില്ലേ? എന്താ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാവുന്ന അവള് പറഞ്ഞു കേട്ടില്ലേ? എന്നോട് നിൽക്കുന്നുണ്ടോ? ഇതൊന്നും അങ്ങോട്ട് മാറി. ബാപ്പ ഉമ്മയെ പോലെ അത്ര യാഥാസ്ഥിതികനല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതെല്ലാം ക്ഷമയോടെ കേട്ടു. മോളെ, എന്താ മോളെ ഇതൊക്കെ? മോക്കിത് എന്തു പറ്റി? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നമ്മൾ ഇത്തരം കാലം സന്തോഷത്തോടു കൂടിയല്ലേ ജീവിച്ചേ? മോളുടെ ഏതാഗ്രഹവും ഇപ്പൊ സാധിച്ചു തരാത്തത്? മോക്കിത് എന്തു പറ്റി? മോളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപ്പ കുറവ് വരുത്തിയിട്ടുണ്ടാ? എല്ലാരും കണ്ടില്ലേ ഉപ്പയെ കുറ്റപ്പെടുത്തണേ? മോൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തന്നിട്ടാ മോൾ ഇങ്ങനെ ആയതെന്ന് ആണോ മോളെ? ഉപ്പെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ പെണ്ണല്ല, ആണാണ്.
പെണ്ണിന്റെ ശരീരം മാത്രമേ എനിക്കുള്ളൂ. അവള് പറഞ്ഞത് ശരിയാ. ജീവന്റെ ജീവനായി കണ്ട് നിന്നെ ഞാൻ കൂടുതൽ സ്നേഹിച്ചത് ഞാൻ ചെയ്ത തെറ്റ്. എനിക്കിത് തന്നെ കിട്ടണം. എനിക്ക് കിട്ടേണ്ടത് ഇത് തന്നെയാ. ശരിക്കും ഇത് തന്നെയാ. എന്നാൽ ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വാപ്പ മനസ്സിലാക്കിയത് ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു ചിന്ത ഉണ്ടായത് എന്നാണ്. മോളെ, മോളുടെ ഉപ്പാക്ക് പടച്ചോൻ ആദ്യം കൊടുത്തത് 2 ആൺകുട്ടികളെയാണ്. ഒരു പെൺകുട്ടിയെ കിട്ടണമെന്നുള്ള മോളുടെ ഉപ്പയുടെ അതിയായ ആഗ്രഹം കണ്ടിട്ടാണ് പടച്ചോൻ മോളെ ഉപ്പാക്ക് കൊടുത്തത്. എല്ലാരെക്കാളും സ്നേഹം കിട്ടി വളർന്ന മോള് ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. പടച്ചോൻ പൊറുക്കൂല മോളെ. ആവശ്യത്തിലധികം ലാളിച്ചു വഷളാക്കിയിട്ടാ ഓളി കോലത്തിലായത്. ഈ ഒന്നും മിണ്ടാതിരുന്നാ ഞാൻ പറഞ്ഞോളാം. മോളെ, ഞാൻ മോളെ കുറ്റപ്പെടുത്തുകയല്ല. ഓരോ സാഹചര്യങ്ങളാണ് ഓരോ ചിന്താഗതി ഉണ്ടാക്കുന്നത്. മോളിങ്ങനെ വളർന്നു വന്ന സാഹചര്യത്തിൽ മോളുടെ ഇക്കാക്കന്മാരടക്കം ചുറ്റിലും ആൺകുട്ടികളായിരുന്നു കൂടുതലും. അവരുടെ ജീവിതവും രീതികളും മോളറിയാതെ മോളെ മനസ്സിലേക്ക് കയറിക്കൂടി. വളരെ അപൂർവമായി സംഭവിക്കാവുന്ന കാര്യം. ഇങ്ങനെയുള്ള ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. മോൾക്ക് പടച്ചോന് വിശ്വാസമുള്ളതല്ലേ? മോൾക്ക് തോന്നുന്നുണ്ടോ പടച്ചോൻ ആണും പെണ്ണും അല്ലാത്ത കോലത്തിൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമെന്ന്? മോളെ, ശാസ്ത്രം ഇന്ന് ഏറെ പുരോഗമിച്ചു. ഇന്നൊരു മനുഷ്യന്റെ ശരീരത്തിൽ എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം. അതൊന്നും ശരിയായ രീതിയല്ലെന്ന് മാത്രം. നമ്മളെ എങ്ങനെയാണോ പടച്ചവൻ ജനിപ്പിച്ചത് അതേ രീതിയിൽ ജീവിക്കുക. അതാണ് വേണ്ടത്. ഒടുവിൽ എന്റേത് മനസ്സിന്റെ വൈകല്യമാണെന്ന് പറഞ്ഞ് അമ്മോൻ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. എല്ലാവരും വാക്കുകൾ കൊണ്ട് എന്നെ ആക്രമിച്ചു. എനിക്ക് മാനസിക രോഗമാണെന്നും പറഞ്ഞു. ഒരു കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന ധാരണയിൽ എന്റെ സമ്മതം നോക്കാതെ ഉപ്പ കുടുംബത്തിലുള്ള ഒരാളുമായി വിവാഹം ഉറപ്പിച്ചു. ശക്തമായി എതിർത്തുവെങ്കിലും ഫലമുണ്ടായില്ല. ഇനിയും നിന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ വീട് വിട്ടിറങ്ങി. ഇല്ല, ഞങ്ങളിപ്പോ പുറപ്പെടും. ഞങ്ങളിപ്പോ ബസ് സ്റ്റാൻഡിലാണ്. ഓക്കെ, താങ്ക് യു സതി. ഡി, നീ ഇനി ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട. എല്ലാ കാര്യങ്ങളും സെറ്റാണ്. നീ നാളെ തിരുവനന്തപുരത്ത് ഇറങ്ങുമ്പോ സാധ്യം നിന്നെ കൂട്ടാൻ വരും. ഇനി നിന്റെ ലക്ഷ്യത്തിലേക്ക് അവർ നിന്നെ സഹായിക്കും. നീ എന്താ ഈ ആലോചിക്കുന്നത്? എനിക്കെന്തോ പേടിയാകുന്നു. അവരെങ്ങാനും എന്നെ തേടി ഇങ്ങോട്ട് വന്നാലോ? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഹലോ, നീ എവിടെയാ? ഞാനിപ്പോ ഹോസ്റ്റലില്. നിന്റെ കൂടെ ആയിഷ ഉണ്ടോ? നിന്റെ അടുത്തോ? ആ, ഇല്ലച്ചാ. എന്നാ ശരി. അച്ഛൻ കോള് കട്ട് ചെയ്തു. അച്ഛനെന്താ സംശയമുണ്ട്. ഇതിനായിരുന്നല്ലേ നീ ഹോസ്റ്റലിലേക്കാന്ന് പറഞ്ഞ് പുറപ്പെട്ടത്? ഇങ്ങോട്ട് മാറി. ഇങ്ങോട്ട് മാറി. നടക്കോട്ട്. പാവം തന്നെ. എന്നെ സഹായിച്ചതിന് അവളുടെ അച്ഛൻ അവളെ തല്ലി പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നെ എൻ്റെ വീട്ടിലേക്കും. എന്നിട്ട് എല്ലാവരും അവരുടെ ദേഷ്യം തീരുവോളം എന്നെ തല്ലി. സങ്കടവും ദേഷ്യവും സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യാൻ ഞാൻ വാതിലകത്തുനിന്ന് പൂട്ടി.
നീ ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണെന്ന് അവർ പറഞ്ഞു. മോളെ ഐഷ, മോളെ ഐഷ, വാതിൽ തുറക്ക്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഐഷ അമ്മ ഉണ്ടാവില്ല. മോളെ ഐഷ, ഉമ്മ ഉണ്ടാവില്ല കേട്ടോ. ഉമ്മ എന്റെ കൂടെ വരും. ഐഷ, ഐഷ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഉമ്മ അങ്ങനെ ചെയ്യുമെന്ന്. മോളെ, നായിന്റെ മോള് എല്ലാം ചെയ്തു വെച്ചിട്ട് മോങ്ങുന്ന കണ്ടില്ലേ? അന്നത്തെ സംഭവത്തിന് ശേഷം എന്നെ എല്ലാവരും വെറുത്തു. തീർത്തു ഒറ്റപ്പെട്ട ഞാൻ കടുത്ത വിഷാദ രോഗിയായി മാറി. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം എൻ്റെ അസുഖമെല്ലാം മാറിയെങ്കിലും ഞാൻ കാരണമാണല്ലോ ഉമ്മ മരിച്ചത് എന്ന കുറ്റബോധം എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഉപ്പ വീണ്ടും എനിക്കൊരു വിവാഹം ആലോചിച്ചു. ഉമ്മാട് ഇത്തിരെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ മോള് കല്യാണത്തിന് സമ്മതിക്കണം. കബറിനകത്തെങ്കിലും ഉമ്മ സമാധാനത്തോടെ കിടന്നോട്ടെ. ആ സമയത്ത് ഉപ്പ അത് പറയുമ്പോൾ മനസ്സ് നിറയെ കുറ്റബോധമായിരുന്നു. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും മനസ്സിൽ കുഴിച്ചു മൂടി ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചു. അന്ന് എനിക്ക് വേണ്ടി ഉപ്പ കണ്ടെത്തിയ വരനായിരുന്നു നിങ്ങൾ. താങ്ങില്ലാത്തൊരു വിണ്ണിനു താഴെ തണലിനു തേടുവതാരോ, താഴിട്ടടച്ച മോഹ കവാടം തനിയെ തുറക്കുമാരോ, ലാമിൽ പിണഞ്ഞൊരലിഫിനെ മാറ്റി ലാഭം പടുത്തു മുന്നേറ്, ലാഹൗലലേയമേറെ തുഴഞ്ഞു ദാഹം ശമിച്ചു നീങ്ങിട്. മിഴിനനവൊരു നാൾ തീരുമോ, ഇനി വളരികിൽ ചേരുമോ, കനവുകളെ നീ അകലുന്നുവോ, കതിരുകളെല്ലാം പൊഴിയുന്നു, തോന്നലുകൾ ഉള്ളിൽ നിറഞ്ഞു, തോണികൾ ഇരുദിശകൾ തിരഞ്ഞു, പതിയെ തനിയെ തുഴയും തോണി, പകലെ അകലെ മറയുന്നു നീ. സി മിസ്റ്റർ ഷമീർ, വളർന്ന സാഹചര്യം കൊണ്ട് പെണ്ണിന്റെ ശരീരത്തിൽ ആണിന്റെ മനസ്സ് ഉണ്ടാവുകയല്ല. അത് ജനറ്റിക്കലി അങ്ങനെ സംഭവിക്കുകയാണ്. എ റെയർ പ്രോസസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ മദേഴ്സ് ഹൂം ഇറ്റ്സെൽഫ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നടക്കുന്ന ഒരു അപൂർവ പ്രക്രിയ.
നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കി വെച്ചത് മനുഷ്യൻ 2 വിഭാഗമുള്ളൂ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ധാരാളം വിഭാഗങ്ങളുണ്ട്. ട്രാൻസ്മെൻ, ട്രാൻസ് വുമൺ, ഗെയ്സ്, ലെസ്ബിയൻസ്, അങ്ങനെ ഒത്തിരി വിഭാഗങ്ങളുണ്ട്. അത് മനുഷ്യരിൽ മാത്രമല്ല, മറ്റു ജീവികളിലും കണ്ടുവരുന്നുണ്ട്. ഇതൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല, ആദ്യമേ ഉണ്ട്. പക്ഷേ സയൻസ് ഡെവലപ്പ് ആയപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. യു റിമെമ്പർ വൺ തിങ്, ഇറ്റ് ഈസ് നോട്ട് എ ഡിസബിലിറ്റി. ഇതൊരു വൈകല്യമേ അല്ല, മറിച്ച് ഇതൊരു വൈവിധ്യമാണ്. ഓക്കെ? ഹലോ. ഹലോ, ഇത് ഞാനാണ് ധന്യ. ധന്യ, നീ നീ എവിടെയാ? എവിടുന്നാ വിളിക്കുന്നേ? ഞാനിപ്പോ കോഴിക്കോടുണ്ട്. നിനക്ക് സുഖാണോടി? എന്റെ കല്യാണം കഴിഞ്ഞു. എല്ലാം ഞാൻ അറിഞ്ഞു. എനിക്ക് നിന്നെ ഒന്ന് കാണണം. നാളെ റിവർ സൈഡിലുള്ള പാർക്കിലേക്ക് വരുമോ? വരാം. ഹലോ ധന്യ, എവിടെ? ഞാൻ ദാ ഇവിടെ എത്തി. നീ എവിടെയാ? ലെഫ്റ്റിലോട്ട് നോക്ക്. സോറി, റൈറ്റിലോട്ട്. ധന്യ, ഐഷ, നീ എവിടെയായിരുന്നു? ഒരു വിവരവും ഇല്ലായിരുന്നല്ലോ നിന്റെ. ഒന്നും പറയണ്ടടി. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അച്ഛൻ കോട്ടയത്തുള്ള അമ്മയുടെ തറവാട്ടിക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു തരത്തിലും നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ അവരെന്നെ സമ്മതിച്ചില്ല. എന്റെ ഫോണൊക്കെ വാങ്ങിവെച്ചു. മാത്രമല്ല, അച്ഛന് കോട്ടയത്തേക്ക് ട്രാൻസ്ഫറുമായി. എന്നിട്ട് ഒരവസരം കിട്ടിയപ്പോ നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ നിന്നെ ആ നമ്പറിൽ കിട്ടിയില്ല. കുറച്ച് ദിവസം മുന്നാണ് നിന്റെ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. ഞാൻ കാരണം നീയും കുറെ കഷ്ടപ്പെട്ടു അല്ലേ? എന്ത് കഷ്ടപ്പാട്? നീ വാ, നമുക്കൊരിടം വരെ പോകാം. എങ്ങോട്ടാ? വാ, പറയാം. ഇതെവിടെയാ? നിനക്കെന്താ പേടിയാവുന്നുണ്ടോ? എനിക്കെന്തിനാ പേടി? നിന്റെ കൂടെ അല്ലേ വന്നിരിക്കുന്നത്? വേഗം വാ. വാ.
എന്നെ നോക്കണ്ട, ഞാനൊന്നല്ല ഇത് ചെയ്തത്. ആയിഷ, ഇന്ന് എൻ്റെ 23-ാം ജന്മദിനമാണ്. അതോടൊപ്പം തന്നെ 1-ാം ജന്മദിനവും. അതെ ആയിഷ, നീ വീണ്ടും ജനിക്കാൻ പോവാണ് ഒരു പുരുഷനായിട്ട്. നിന്നെ പുരുഷനാക്കാനുള്ള ട്രീറ്റ്മെൻറ്റും ഇന്ന് ആരംഭിക്കും. എന്റെ നമ്പർ കണ്ടുപിടിച്ച് ഷമീറ നിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത്. ഹാപ്പി ബർത്ത്ഡേ ആയിഷ. താൻ ഹാപ്പി അല്ലേ ആയിഷ? എന്താണ് ആയിഷ, താൻ സന്തോഷിക്കല്ലേ വേണ്ടത്? കരഞ്ഞെന്തിനാ? നിന്നെ ഞാൻ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും നിന്നെ മനസ്സിലാക്കില്ലെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നെക്കാളേറെ ഷമീർ നിന്നെ മനസ്സിലാക്കി. നിങ്ങൾ ഈ ഹാപ്പി സീനെല്ലാം കൂടി സെൻറ്റി സീനാക്കും, ബാക്കിയുള്ളതും കൂടി കരയിപ്പിക്കുക. ആശാ കേക്കട്ടെയ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആയിഷ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. സമീറ പിടിയടാ അവനെ. വിടല്ലേ വിടല്ലേ, ഒന്ന് കരിക്കോയിനെ വെളുപ്പിച്ചിട്ട് തന്നെ കാര്യം. അടുക്കരുത് അടുക്കരുത് അടുക്കരുത്, വേണ്ട 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 വേണ്ട. അടിപൊളി. അയ്യോ നിറവാനം മേലെ നീയില്ലാതിനി വേറെ കനവുകൾ എഴുതാനാരിനി ഇവിടെ. ചിരികാലം ദൂരെ ചിരകാലമിതാരെ തിരയാതലയും ഇതുവഴി തനിയെ. ചെന്നൈയിലെ ട്രീറ്റ്മെൻറ്റ് എന്തായാലും 6 മാസം വേണ്ടി വരും കഴിയാൻ. അതുകൊണ്ട് തന്നെ അവിടെ താമസിച്ച് വേണം ചെയ്യാൻ. തൽക്കാലം അതിനെക്കുറിച്ച് ആരും അറിയണ്ട. അവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റാണ്. അടുത്ത ആഴ്ച തന്നെ പോകേണ്ടി വരും. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു കോഴ്സിന് വേണ്ടി പോകാമെന്ന് പറഞ്ഞാൽ മതി. രാപ്പകലന്റെ കിനാവിൽ നീ മായാരൂപം, രാമഴ പോൽ മിഴി നനവേകിരാവിൻ യാമം. തീരുകയോ തീരൻ
ഇവളരികിൽ ചേരുമോ? നേരും തേടിയലഞ്ഞാൽ മണ്ണിൽ തീരെ വേണ്ട സുജൂദ്. നേരം ഏതിലും ഈ ഉലകത്തിൽ നീരാണ് വുജൂദ്. നേരും തേടിയലഞ്ഞാൽ മണ്ണിൽ തീരെ വേണ്ട സുജൂദ്. നേരം ഏതിലും ഈ ഉലകത്തിൽ നീരാണ് വുജൂദ്. താനപ്പം നാളെ പോവാണല്ലേ? അതിനർത്ഥം ആയിഷനി ഇല്ലാണ്ടാവാണ്. ഞാൻ പോവാതിരിക്കണോ? ഏയ് പോവാതെ തന്നെ അനിവാര്യമായി സംഭവിക്കാൻ വേണം. തൻ്റെ വലിയ ആഗ്രഹമായിരുന്നില്ലേ? അത് സാധ്യമാവാൻ നിമിത്തമായതിൽ എനിക്ക് സന്തോഷമുണ്ട്. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലിക്ക. ഇക്ക ചെയ്തു തരുന്ന ഈ സഹായത്തിന് നന്ദി പറയാൻ എനിക്ക്. ഏയ് താനൊന്നും പറയണ്ട. തൻ്റെ മനസ്സിലെന്താന്ന് എനിക്കറിയാം. തന്നെ ഒരുപാട് പറഞ്ഞ എൻ്റെ കൺട്രോളും പിന്നെ ആകെ അലമ്പാവും. അതൊക്കെ പോട്ടെ. താൻ ആണായി കഴിഞ്ഞാൽ തനിക്കിടാൻ ഞാനൊരു പേര് കണ്ടു വെച്ചിട്ടുണ്ട്. എന്താ അത്? അല്ലേ വേണ്ട, ഞാൻ പിന്നെ പറയാം. ഓ വേണ്ട, ഇപ്പൊ പറയാം. ആരിഫ് എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാനൊന്ന് സിഗരറ്റ് വലിച്ചോട്ടെ. നല്ല രസമായിരിക്കും തൻ്റെ സർജറി കഴിഞ്ഞ് താൻ തിരിച്ചു വരുമ്പോൾ. എല്ലാവരും ഞെട്ടും. തൻ്റെ ഉപ്പ കാണുമ്പോഴേക്കും ഭയങ്കര കോമഡി. മോളെ നിക്കായി എന്നിട്ട് കോലം മാറ്റി ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര കോമഡി ആയിരിക്കും. ഉപ്പേക്കാക്കുമാരെ കൂടി എന്നെ പഞ്ഞിക്കിടും. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ.
നാളെ ഇപ്പോ ആയിഷ ആണായിട്ട് വരികയല്ലേ? ഹോ, വല്ലാത്തൊരു ജീവിതം തന്നെയാണ് നമ്മുടെ ഷമീറിൻ്റെത്. ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാത്തതാണ് ഓൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഈ ട്രാൻസ് മെന്നും ട്രാൻസ് വുമണും ഒക്കെ നമ്മൾക്കിടയിലും ഉണ്ട്. അതിൽ ചിലർക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ട്, ചിലർക്ക് കഴിയുന്നില്ല. ഇതൊരു ആയിഷന്റെ കാര്യം മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായി പെണ്ണിന്റെ മനസ്സും ആണിന്റെ ശരീരമായി ജീവിക്കുന്ന കുറേ പേർ. പക്ഷെ തന്നെ മനസ്സിലാക്കി തൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ഷമീറിനെ പോലൊരാളെ ആയിഷക്ക് കിട്ടി. മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യം. നമുക്ക് ഓനെപ്പോലത്തെ ഒരു ചങ്കുണ്ട് എന്ന് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുക. ഓനെ സ്നേഹിച്ചോലൊക്കെ ഓന് സങ്കടം മാത്രമേ കൊടുത്തുള്ളൂ. പഠിച്ചോനെ, ഇനിയെങ്കിലും ഓനെ മനസ്സിലാക്കണ, ഓനെ പൊന്നുപോലെ നോക്കണ ഒരു കുട്ടീനെ ഓന് കിട്ടണേ. ഓക്കെ മച്ചാ, നാളെ 10 മണിക്ക് അവളെ എത്തും. നേരെ അവളെയും കൂട്ടി വീട്ടിലേക്ക്. അതോടുകൂടി ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ഇടപാടും തീരും. പടച്ചോനെ, എല്ലാം പ്ലാൻ ചെയ്തല്ലോ നടക്കണേ. കട്ടയ്ക്ക് കൂടെ ഉണ്ടാവില്ലേ? ഈ ജയിക്കടാ, എന്റെ കൂടെ ഞങ്ങൾ എല്ലാരും ഉണ്ട്. തല്ലാണ് തല്ല്. ഞങ്ങളുടെ എന്റെ കൂടെ ഞങ്ങളുണ്ട്. അല്ല മച്ചാ, ഇതിപ്പോ ആയിഷാന്നൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ, വല്ല സുലൈമാൻ നട്ടം വിളിക്കേണ്ടി വരും. സുലൈമാനെന്നോ ഹനുമാനെന്നോ വിളിക്കണ്ട, ഓനെ ഒരു പേരിട്ടുണ്ട്. ആഹാ, എന്നാ പറയേ. ആരിഫ്. ആരിഫാ? അല്ല, സൗണ്ടിനും മാറ്റണ്ടല്ലോ. ആരിഫ്, ആസിഫ് എന്നിട്ടോ ഞങ്ങക്ക്. നമ്മൾ ആസിഫ് അലി. തൽക്കാലം അത് മതി, വണ്ടി എടുക്ക്. അല്ല, എങ്ങോട്ടാ? ആരിഫിന്റെ വീട്ടിലേക്ക്. എന്റെ പഠിച്ചോനെ. ഇക്ക, നിങ്ങളാരും അങ്ങോട്ട് വരണ്ട, എന്നെ വഴിയിൽ ഇറക്കിയാൽ മതി. അതെ, ഞാൻ ഇത്രയും മെനക്കെട്ട് തന്നെ വഴിയിറക്കി വിടാനില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാവണ ഞങ്ങൾ എല്ലാവരും തന്റെ കൂടെ ഉണ്ടാവും. വാ. എടാ, ലോക്ക് ഓർക്കടാ. അല്ല, ഇവിടെ വിച്ചോട് പോയി. ഓൻ കൊടുവള്ളിയിലുണ്ട്. ഞാൻ എന്തായാലും അവിടെ ഇറങ്ങും. നൈസായിട്ട് വലിയ അല്ലേ? അല്ലടോ, എനിക്ക് ബാങ്കിലൊന്ന് കാരണം. ഇന്ന് ശരിയൊന്നുമില്ല, ഇന്ന് വെള്ളിയാണ്. ഇറങ്ങി. മോനെ, ചെല്. അൽഹംദുലില്ലാ, എല്ലാം പഠിച്ചോണ്ട് തീരുമാനം പോലെ നടക്കട്ടെ. അൽഹംദുലില്ലാ.
സന്തോഷായിട്ടിരിക്കും, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. മോനെ കയറുവാ. സത്യം പറഞ്ഞ ഇതെനിക്ക് വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം ഒരു വലിയ പ്രശ്നം പ്രതീക്ഷയെടുത്ത് സ്നേഹത്തോടുള്ള സ്വീകരണം എനിക്കെല്ലാവരും തന്നത്. ഷമീർക്ക ഇവരെ കൺവിൻസ് ചെയ്തതായിരിക്കാം. പക്ഷേ അതെങ്ങനെയായിരിക്കും സാധിച്ചിട്ടുണ്ടാവുക? കാരണം ഞാൻ വർഷങ്ങളോളം ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമായിരുന്നു അത്. വൈകാതെ തന്നെ അതിനുള്ള ഉത്തരവ് എനിക്ക് കിട്ടി. ആരിഫിന്റെ സംശയം ശരിയാ. അത്ര എളുപ്പത്തിലല്ല ഷമീർ തന്റെ ബാപ്പയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. അല്ല മച്ചാ, ആയിഷ ഇപ്പൊ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരൂലേ? ഇതുവരെ നീ കാര്യങ്ങൾ ആരെയും അറിയിക്കാണ്ട് ഇവിടം വരെ എത്തിച്ച്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പ്ലാൻ? ഇനിയെല്ലാം എല്ലാവരും അറിയാൻ സമയം. എനക്ക് തോന്നുന്നുണ്ട് ആയിഷന്റെ വീട്ടുകാരതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയൂന്ന്. പ്രതീക്ഷയൊന്നുമില്ല, ശ്രമിച്ചു നോക്കാം. ഒരു പ്രതീക്ഷയും വേണ്ട മോനെ. നമ്മൾ ഇക്കാര്യം പറഞ്ഞ് അങ്ങോട്ട് ചെന്നാലുണ്ടല്ലോ നല്ല തല്ലാർന്ന് കിട്ടും. എൻ്റെ ഇളയ അളിയുണ്ടല്ലോ, തിന്ന് മസിലും കുറിപ്പിച്ചേക്കണം നടക്കുക. ഓനോടൊക്കെ ഒന്ന് കിട്ടിയ പോലെ ഉണ്ടാവും. ഈ ബേജാറാവണ്ട, അവൻ ഗൾഫിൽ പോയി. പോയോ? ആവൂ, തല്ലിനില്ലേ ശാക്കം കിട്ടും. എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. നമ്മൾ നേരിട്ട് പോയി അവരോട് സംസാരിക്കാതെ പോലീസിൽ അറിയിച്ച് അവരുടെ സപ്പോർട്ടോട് കൂടി കാര്യങ്ങൾ നീക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ആ അതെ, അതാ നല്ലത്. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഗവൺമെൻറ് തലത്തിൽ നല്ല സപ്പോർട്ടുള്ള സമയമാണ്. എല്ലാവരും അറിഞ്ഞിട്ടാവുമ്പോൾ ഈ പ്രശ്നം നൈസായിട്ട് സോൾവ് ചെയ്യാൻ കഴിയും. ഈ പോലീസും ഗവൺമെൻറ് ഇടപെട്ടാലൊന്നും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവില്ല. കാരണം ആയിഷയ്ക്ക് ആരിഫായിട്ട്, അവർക്കൊരു മകനായിട്ട്, ഒരു സഹോദരനായിട്ട് അതൊരിക്കലും അവർ അംഗീകരിക്കില്ല. ഈ പോലീസുകാരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവളുടെ വീട്ടുകാരെ ശല്യം കൂടാതെ ജീവിക്കാൻ കഴിയും. അവൾ ഹാപ്പിയായിട്ട് ജീവിക്കണമെങ്കിൽ അവരെ അവളെ സ്വമനസാലെ അംഗീകരിക്കണം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക മതപുരോഹിതർക്കാണ്. കാരണം ആയിഷ അല്ലെങ്കിൽ ആരിഫിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്നതുകൊണ്ടാണ്. വിശ്വാസത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്നവരെ മനസ്സിലാക്കിക്കാൻ മതപുരോഹിതർക്ക് കഴിയൂ. അല്ല, മതപുരോഹിതരെ അംഗീകരിക്കുമോ? അവർക്കത് മനസ്സിലാവോ? അവരിൽ എതിർക്കുന്നവരല്ലേ അധികവും. ഒരു ചാനൽ ചർച്ചയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് അനുകൂല നിലപാട് പറഞ്ഞൊരു മുസ്ലിയാറുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്നൊരു പ്രാസംഗികൻ കൂടെയാണ് അദ്ദേഹം. ആയിഷയുടെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. സയ്യിദ് അഹമ്മദ് കാസിം തങ്ങൾ. മോനെ ഇതിനാടാ പെങ്ങളെ കെട്ടിച്ചെന്ന്. ഷക്കീറേ, ഇതൊന്നും മിണ്ടാണ്ടിരുന്നേ. നിങ്ങളെ കേട്ട് കൂട്ടിക്കൊണ്ടുവന്നതേ ഇങ്ങനെ കിടന്ന് കച്ചറ കൂടാനല്ല, കാര്യങ്ങളൊക്കെ സമാധാനമായിട്ട് ചർച്ച ചെയ്യാനാ. എന്തോന്ന് ചർച്ച ചെയ്യാനാ മുസ്ലിയാരെ? ദീനിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്ത് ഇവരുടെ വക്കാലത്തോട്ട് വന്ന നിങ്ങള്. ദീനിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്ത് ഓരല്ല കാതറേ, നിങ്ങളാ. നിങ്ങളെ മോളെ ഓന് കെട്ടിച്ചു കൊടുക്കുമ്പോ ഇജ്ജ് പറഞ്ഞു ഓനോട് നിങ്ങളെ മോൾക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുള്ള കാര്യം? ഇല്ലല്ല. നമ്മളെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മറ്റുള്ളവരോട് കള്ളം പറയണത് ദീനിന് നിരക്കുന്ന കാര്യങ്ങളാണ്. കാതറേ, പടച്ചോന്റെ സൃഷ്ടിയില് നമ്മൾ മനുഷ്യന്മാരുടെ ബുദ്ധിയെ കൊണ്ട് അടക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതില് വൈവിധ്യങ്ങളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. അങ്ങനെ വൈവിധ്യമുള്ളൊരു ജമ്മാണ് എന്റെ മോളുടേത്. അത് ഇഞ്ഞെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. അന്റെ മോള് ആണായിട്ടോ പെണ്ണായിട്ടോ ജീവിക്കട്ടോ, അതിന്റെ തെറ്റു ശരിയൊക്കെ പടച്ചോൻ തീരുമാനിക്കട്ടെ. പടച്ചോ നമ്മളോട് എന്താണ് കൽപ്പിക്കുന്നത് ആ അനുസരിച്ച് കണ്ട് ജീവിക്കുക. ഒരു ഞരമ്പ് പണിഞ്ഞാ തീരാന്നുള്ള നമ്മള് മനുഷ്യന്മാരെ കാര്യം. അതുകൊണ്ട് അള്ളാവിനെ വിശ്വസിച്ച് അനുസരിച്ച്
എല്ലാവരും സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കാൻ നോക്ക്. അല്ലാണ്ട് എല്ലാ കാലത്തും ഇങ്ങനെ മനസ്സിൽ പകയും വിദ്വേഷവും വെച്ച് ജീവിച്ചിട്ട് എന്താടോ കാര്യം കാതറ്? അല്ലേ? ആ അങ്ങനെ ഇമാമിന്റെ ഇടപെടലോടെ കാര്യങ്ങൾ സ്മൂത്തായി. സത്യം പറഞ്ഞാൽ ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചല്ല കാര്യങ്ങൾ ഇത്ര സിമ്പിളായിട്ട് പരിഹരിക്കാൻ കഴിയുന്നു. എന്തായാലും വൈകിയാണെങ്കിലും നിന്റെ ഉപ്പടക്കം എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി. നമ്മുടെ ഷമീർ കാരണം. പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് ഞാനെന്ന ബോധത്തെ മനസ്സിൻ്റെ തടവറയിൽ പൂട്ടിയിട്ടപ്പോൾ എന്നോട് പോലും ചോദിക്കാതെ ആ തടവറയിൽ നിന്ന് മോചിപ്പിച്ച് പറന്നുയരാൻ സഹായിച്ച ആളാണ് ഷമീർക്ക. പറന്ന് തളർന്നു പോയപ്പോൾ എൻ്റെ ചിറകുകൾക്ക് ശക്തി തന്നു കൂടെ നിന്നു. ഈ ജന്മത്തിൽ തീർത്താ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് ഷമീർക്കയോട്. പകരമാവില്ലെങ്കിലും തിരിച്ച് എന്തെങ്കിലും ചെയ്യണം ഷമീർക്കക്ക് വേണ്ടി, എൻ്റെ മനസ്സറിഞ്ഞ് ചെയ്ത പോലെ. മുതലാളി, എനിക്ക് ആ പണി തന്നെ മതിയായിരുന്നു മുതലാളി. അതാകുമ്പോൾ 2 ചട്ടി കൂട്ടി തന്നെ എനിക്ക് റെസ്റ്റ് എടുക്കായിരുന്നു. ഈ റെസ്റ്റ് എടുത്ത് കളിച്ചിട്ടാ ഈ കോലത്തിലായത്. ഹലോ ഷമീർക്ക, ആരിഫേ, എവിടെയുള്ള? പറയടാ. ഞാൻ വയല്ല. കളി തുടങ്ങിയാ? ഇല്ല, ഇപ്പൊ തുടങ്ങും. ഞാൻ അന്ന് പറഞ്ഞേ കുട്ടീനെ കാണാൻ പോയിനോ? സത്യം പറഞ്ഞോ? ഞാൻ പോയിനു. ഞാൻ പറയട്ടെ, എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? കുട്ടി കാണാനൊക്കെ ഉഷാറാ. പിന്നെന്താ കുഴപ്പം? അതൊന്ന് ഉറപ്പിച്ചൂടെ? നീ പറഞ്ഞ പോലെ സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഉണ്ട്. പക്ഷെ ക്യാരക്ടർ അത്ര സുഖല്ലോ. ഇനി ഓരോന്ന് പറഞ്ഞു ഒഴിയല്ലേ? ഞാൻ പറയട്ടെ. എന്നല്ലേ എപ്പോഴും പറയുന്നത്? ഇല്ല, ഇനി അധികം വേപ്പിക്കില്ല. നമ്മുടെ അകന്ന കുടുംബത്തിനൊരു ആലോചന വന്നിട്ടുണ്ട്. കേട്ടെടുത്തോളം കുട്ടി ഉഷാറാ. പിന്നെ അത് ഉറപ്പിച്ചൂടെ? മിക്കവാറും ഞാൻ സെറ്റാക്കും. ഷുവർ. ഇതെങ്കിലും ഒന്ന് ഓക്കെ ആക്കണം കേട്ടോ. ഓക്കെ, ഷുവർ. ബൈ. നിശകളിൽ ഇവളൊരു കനവ്, നിറവുകളുള്ളൊരു വരവ്. നിന്റെ ടീമിലാ? ഓ, എന്റെ ടീമില് എന്താണ്ടോ ഫസ്റ്റ് ഓവർ ഞാൻ ചെയ്യും. ഫസ്റ്റ് ഓവർ എറിയാനവിടെ വിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട്. അവൻ ചെയ്ത ശരിയൊന്നുമില്ല. ഫസ്റ്റ് ഓവർ നിങ്ങൾ ആരെറിഞ്ഞാലും വേണ്ടിയില്ല, ഫസ്റ്റ് ബാറ്റ് ഞാൻ ചെയ്യും. നീ എന്തേലും ചെയ്യും, കളി ഉറപ്പിക്കേണ്ടിരുന്നത്. ഒരു ഉറപ്പിക്കലും ഇല്ല. നീ എന്തിനാ എന്നെ നിന്റെ ടീമിലിട്ടത്? നീ എതിരായിരുന്നു, എനിക്ക് ഫോമായിരുന്നു. എടാ, ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും അമ്മാനാണ് എന്നെ പോലെ വേറെ ആരാളുള്ളത്. ഈ തള്ളും കൂടി ഇല്ലായിരുന്നെങ്കിൽ നീ എങ്ങനെ ജീവിക്കുക? തള്ളു എനക്കൊക്കെ അത് പറയാം. ഓ, ഓൻ ബോളും പിടിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണല്ലേ? പിന്നെ എനക്ക് റണ്ടായി തന്നെ അല്ലേ? ആ ബോളും കൊണ്ടുവന്നേ, ഫസ്റ്റ് അറിയാം. കളിക്കല്ലേ, ആ ബോളും കൊണ്ടുവന്നേ. അതാ പോണ എന്റെ വാലാത്ത ബംഗാളി. ഈ കളിക്കല്ലേ കേട്ടോ. കൊടുക്കണ്ടടാ കളി കൊടുക്കണ്ട. കിളിവാതിൽ പഴുതിൽ നിന്ന് ചൂളമടിച്ചു വിളിച്ചവളല്ലേ,
ഹിദ്മത്തിനടുത്തൊരു ജിന്ന് അവളോടിവളൊരു കാതിൽ ചൊന്ന് കിതാബിന്റെ ഉള്ളിലൊളിച്ച മയിൽ പീലി പോലെ എൻ്റെ കിതാബിന്റെ ഉള്ളിലൊളിച്ച മയിൽ പീലി പോലെ എൻ്റെ കിനാവിന്റെ മട്ടുപ്പാവിൽ നീ ഒളിച്ചില്ലേ കാക്കല്ല എന്റേതാക്കല്ല കാക്കല്ല എന്റേതാക്കല്ല നിശകളിൽ ഇവളൊരു കനവ് നിറവുകളുള്ളൊരു വരവ് ചിരിയാലൊരു മഴവിൽ തീർത്ത് കണ്ണിലുടക്കി വലിച്ചവളല്ലേ ഇവളെന്റെ കിനാവില് വന്ന കഥകൾ പലതിലും നായികയല്ലേ നിനയ്ക്കാത്ത നേരം വന്ന നിലാവൊത്ത പെണ്ണിവളല്ലേ നിനയ്ക്കാത്ത നേരം വന്ന നിലാവൊത്ത പെണ്ണിവളല്ലേ നിക്കാഹിന്റെ പന്തലിൽ ഇതുപോൽ കാത്തിരിക്കില്ലേ കാക്കല്ല എന്റേതാക്കല്ല കാക്കല്ല എന്റേതാക്കല്ല നിശകളിൽ ഇവളൊരു കനവ് നിറവുകളുള്ളൊരു വരവ് നിസരസ പാടിയതാറ് നിനക്കൊത്തു ചേരും മാറനോ കാക്കല്ല എന്റേതാക്കല്ല കാക്കല്ല എന്റേതാക്കല്ല നിശകൾ